എല്ലാവർക്കും മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്രിക്കറ്റ് ബാറ്റുകളൊക്കെ ധാരാളം ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത് ശ്രീനഗർ ടു ജമ്മു അതിലോട്ട് പോകുന്ന നാഷണൽ ഹൈവേയുടെ സൈഡിലാണ്. ഇപ്പം നമുക്ക് സൈഡിലാണെങ്കിൽ കാണാൻ സാധിക്കും ധാരാളം ക്രിക്കറ്റ് ബാറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ. ഇപ്പം നമ്മുടെ ഈ ഫാക്ടറിയുടെ മേളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ധാരാളം തടികളൊക്കെ വെച്ചേക്കാൻ കാണാൻ സാധിക്കും. ഈ തടികളൊക്കെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന തടികളാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനി ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയുടെ അകത്ത് കയറി നോക്കാം അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. നമുക്ക് സൈഡിൽ കാണാൻ സാധിക്കും തടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് വെട്ടി നല്ല ക്രിക്കറ്റ് ബാറ്റിൻ്റെ ഷേപ്പിലൊക്കെ റെഡിയാക്കി ഇട്ടിരിക്കുന്നത്. കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ഇങ്ങനെ നമ്മൾ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ഇപ്പം ഇത് നല്ലൊരു വെയിറ്റ് ഉള്ളൊരു ബാറ്റാണ്. ഇപ്പം താഴെ കണ്ടത് ഈ ബാറ്റ് ഉണ്ടാക്കുന്ന ഏരിയയാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പം ഫുൾ താഴെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പല പേരുകളിൽ MRF, സീറ്റ്, നൈക്ക്, അതേപോലെ പല പല ബ്രാൻഡുകളുടെ പേരൊക്കെ വെച്ച് ഇങ്ങനെ ബാറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ടൈപ്പ് ബാറ്റ് ഉണ്ട്. ഈ സെൻറ്ററിൽ ബാറ്റിൻ്റെ സെൻറ്ററിലായിട്ട് രണ്ട് തുളയൊക്കെ ഉള്ളത്. അപ്പം ഈ ടൈപ്പുള്ള ബാറ്റ് എന്ന് പറയുന്നത് ബാറ്റിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ടൈപ്പിലുള്ള ബാറ്റൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഇതിനായാലും അതിൽ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ക്രിക്കറ്റ് ബാറ്റിന് 300 രൂപ മുതൽ 4000 വരെ റേറ്റുള്ള ക്രിക്കറ്റ് ബാറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം ഞാനാണെങ്കിൽ 300 രൂപ റേറ്റുള്ള ക്രിക്കറ്റ് ബാറ്റ് ഏതാണെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ബാറ്റുകളൊക്കെ കണ്ടോ, ഈ ബാറ്റുകളൊക്കെ റേറ്റ് 300 രൂപയുള്ളൂ. നല്ല വിലക്കുറവാണ്. പോലെട്ടാ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ 300 ബാറ്റ് എത്ര വില വരും? 1200 ഒക്കെ ആണെന്ന് നമ്മുടെ നാട്ടിൽ ഈ ബാറ്റിൻ്റെ റേറ്റ്. ഈ ബാറ്റിനാണെങ്കിൽ വെറും 300 രൂപയുള്ളൂ. നിങ്ങൾ കാശ്മീർ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്രിക്കറ്റ് പ്രേമികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ 2-3 ബാറ്റൊക്കെ മേടിച്ച് നാട്ടിൽ കൊണ്ടുപോയി ഫ്രണ്ട്സിനെ കൊടുക്കാം. അപ്പം അടിപൊളി കാഴ്ചകൾ. എസ്പെഷ്യലി ഇപ്പം നമ്മളിപ്പോൾ വന്നത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് താഴത്തെ ഫാക്ടറി എങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ള കാഴ്ചകളൊന്നും കാണാൻ സാധിച്ചില്ല. പക്ഷെ ഫാക്ടറി നമുക്ക് കാണാൻ സാധിച്ചു. ഇതിപ്പം MRF എന്നുള്ളതൊക്കെ പേരെഴുതിയൊരു ബാറ്റാണ്. അതേപോലെ തന്നെ ഇത് പൂമ എന്നുള്ള പേരെഴുതിയ ബാറ്റ്, പിന്നെ നൈക്ക്, ഏത് ബ്രാൻഡ് വേണോ ആ ബ്രാൻഡിലുള്ള പേരൊക്കെ ഉള്ള ബാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാറ്റ് മേടിക്കാൻ ധാരാളം ഷോപ്പുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ശ്രീനഗർ ടു ജമ്മു പോകുന്ന നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ഇങ്ങനത്തെ ബാറ്റ് ഷോപ്പുകളൊക്കെ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കുക.
ഇപ്പം നമ്മൾ കണ്ട ആ ഡിസ്പ്ലേ ഏരിയ കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് മുമ്പിൽ മെയിൻ ഫ്രണ്ടിലായിട്ട് തന്നെ കുറച്ച് ഡിസ്പ്ലേ ഏരിയയും കൂടെ ഉണ്ട്. അവിടെ ധാരാളം ബാറ്റൊക്കെ കൂട്ടിയിട്ടൊക്കെ കാണാൻ സാധിക്കും. ധാരാളം ക്രിക്കറ്റ് സ്റ്റാറിൻ്റെ ഒക്കെ ഫോട്ടോയൊക്കെ ബാക്കി കാണാൻ സാധിക്കും, പോസ്റ്ററുകളൊക്കെ. ബാറ്റൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാം. ഇപ്പം നമ്മുടെ നാട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ 1500 1200 രൂപയൊക്കെ സ്റ്റാർട്ടിംഗ് ഉള്ള ബാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വെറും 200-300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിച്ചിട്ട് പോവാം. അധികം വേറെ ചിലവൊന്നുമില്ല. ഇപ്പോൾ ഒരു ബാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഒത്തിരി ബാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് കൊറിയർ സർവീസ് വഴി അയക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്രിക്കറ്റ് ബാറ്റിൻ്റെ വ്ലോഗൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പം ഇതുപോലത്തെ ട്രാവൽ വീഡിയോസുകൾ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും കാശ്മീർ വീഡിയോസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ദിവസങ്ങളിലും നമ്മൾ കാശ്മീരിലെ ബാക്കി എപ്പിസോഡുകളാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു കാശ്മീർ വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.